ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തും എവിടെയും ലഭിക്കുന്ന ഒരവസ്ഥ. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഗ്ലോബലൈസേഷൻ. അത് തന്നെയാണ് ഇപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും ഒരു അതിർവരമ്പുകളില്ലാത്ത യാത്ര തന്നെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ആധുനിക ലോകത്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാറാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും ഒന്നും നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് തന്നെ ആവണമെന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഗ്ലോബലൈസേഷൻ ഇതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ പ്രീ മോഡേൺ ടൈമിൽ തന്നെ എന്തുണ്ടായിരുന്നു, ഒരു തുടക്കമുണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആൻഷ്യൻ ടൈമിൽ തന്നെ ഈ ട്രാവലേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രീസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പിൽഗ്രിംസ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്തിരുന്നു, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ലോങ് ഡിസ്റ്റൻസ് പ്ലേസസിലേക്ക് എന്ത് ചെയ്തിരുന്നു, യാത്ര ചെയ്തിരുന്നു. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ക്യാരി ചെയ്യുക, എന്തൊക്കെയായിരിക്കും കൊണ്ടുപോവുക, പണം കൊണ്ടുപോകും അല്ലെങ്കിൽ ബാഗിൽ നിറച്ചു നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് കൊണ്ടുപോകുക അല്ലേ. അതുപോലെ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകളും കൊണ്ടുപോയിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് ആണെങ്കിലും മണി ആണെങ്കിലും വാല്യൂസ് ആണെങ്കിലും ഇൻവെൻഷൻസ് ആണെങ്കിലും ഡിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ ജേംസ് ആണെങ്കിലും ഒക്കെ കൊണ്ടുപോയിരുന്നു. അത് കാരണം ഈ ഡിസീസും ജേംസും വാല്യൂസും ഐഡിയാസൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിവെക്കാൻ പറ്റില്ല. ഒരാൾ പോകുമ്പോൾ അയാളുടെ കൂട്ടത്തിൽ തന്നെ പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന പ്രക്രിയ പ്രീ മോഡേൺ ടൈമിൽ ആരംഭിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സിൽക്ക് റൂട്ട് തന്നെയാണ്. നമുക്കറിയാം സിൽക്ക് റൂട്ട് ത്രൂ ആണ് പലതരത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഏഷ്യയും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പാത എന്ന് പറയുന്നത് സിൽക്ക് റൂട്ടായിരുന്നു. ഈ സിൽക്ക് റൂട്ടിൽ കൂടെ തന്നെ സംസ്കാരവും അല്ലെങ്കിൽ കൾച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇവിടെയുള്ളതല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രോപ്സും ഫുഡ് ഐറ്റംസും നമ്മൾ ഇവിടേക്ക് പോർച്ചുഗീസുകാർ വരുന്നു, പിന്നീട് ഡച്ചുകാർ വരുന്നു, പിന്നീട് ഇംഗ്ലീഷുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു. ഇവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള പല വസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഫുഡിൽ നിന്നും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന ഫുഡ് ക്രോപ്സ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ യൂറോപ്പിലേക്ക് അയർലാൻഡിലേക്ക് പണ്ട് കാലത്ത് പൂറസ്റ്റ് ആയിട്ടുള്ള പെസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പൊട്ടാറ്റോ എന്ന് പറയുന്ന ക്രോപ്പ് എന്ത് ചെയ്യുന്നു, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഈ പൂറസ്റ്റ് ആയിട്ടുള്ള അയർലാൻഡിലെ പെസൻസ് പൊട്ടാറ്റോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നു. വലിയൊരു ഗ്രാമം തന്നെ പൊട്ടാറ്റോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടാറ്റോ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. പിന്നീട് പൊട്ടാറ്റോക്ക് പെട്ടെന്ന് എന്ത് വരുന്നു, ഒരു ഡിസീസ് വരുന്നു. അതായത് നമ്മൾ ഈ പറയുന്നുണ്ടല്ലേ, എന്താ പറയുക, ഇത്തരത്തിലുള്ള ക്രോപ്സിനൊക്കെ എന്ത് വരും, പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അസുഖം മീൻസ് അതിന് പല എന്തുണ്ടാവും, ഫെയിലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പൊട്ടാറ്റോ ഡിസീസ് നമ്മൾ പറയുന്നത് അയർലാൻഡിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രാവേഷൻ മൂലം പട്ടിണി മൂലം മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പൊട്ടാറ്റോക്ക് വന്ന ഡിസീസാണ്. അപ്പോൾ പൊട്ടാറ്റോക്ക് രോഗം വന്നാൽ അവിടുത്തെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ ഇതിനെ ആശ്രയിച്ചായിരുന്നു അവിടുത്തെ പൂറസ്റ്റ് ആയിട്ടുള്ള പെസൻസ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫുഡ് ക്രോപ്സ് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്തുടനീളം ഉണ്ടാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നൂഡിൽസ് ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വസ്തുക്കളും ആൻഷ്യൻ ടൈമിൽ തന്നെ ചൈനയിലും അറബ്സിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഇത് കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നൊക്കെയാണ് അത്തരം ഐറ്റംസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയും എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദഹിക്കൂല. നമുക്ക് എന്ത് വേണം, നൂഡിൽസ് വേണം അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതടക്കം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളടക്കം ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിന് നമ്മൾ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഓൺലൈൻ ആണല്ലേ, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ ആ ഓൺലൈനിലുള്ള ഫെസിലിറ്റീസ് അടക്കം ഒരുക്കിയിരുന്നത് ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ കണ്ടെത്തലുകളും അതിൻ്റെ കൈമാറ്റവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് പൊട്ടാറ്റോ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അമേരിക്കയെ കൊളംബസ് എന്ത് ചെയ്തു, കണ്ടെത്തി എന്ന് പറയുന്നത്, ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പല മക്കളും ചോദിക്കാറുണ്ട് അതിന് മുമ്പ് അമേരിക്ക ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പാത കണ്ടെത്തി അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു കോണ്ടിനെന്റിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു വഴി കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അമേരിക്ക ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്തു, ഡിസ്കവർ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്പെയിനും പോർച്ചുഗലും ഒക്കെ അമേരിക്കയിൽ പോകുന്നുണ്ട്, അമേരിക്കയിൽ കോളനി ഉണ്ടാക്കുന്നുണ്ട്, അമേരിക്കയെ കൊളോണൈസ് ചെയ്യുകയും അമേരിക്കയിലേക്ക് സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു രോഗം എന്ത് ചെയ്യാണ്, ഇഞ്ചെക്ട് ചെയ്യാണ്. അമേരിക്കൻ പീപ്പിൾസിലേക്ക് സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു രോഗം ഇഞ്ചെക്ട് ചെയ്യുകയും അവിടെയും ആയിരക്കണക്കിന് അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള പീപ്പിൾസ് മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കോളനിവൽക്കരിച്ചത് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ഒരു അസുഖം കൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ സ്പെയിനും പോർച്ചുഗീസും അത് അങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾക്കും അത് ബാധിക്കൂലേ, സ്പെയിനിലെയും പോർച്ചുഗീസിലെ ആളുകൾക്കും അത് ബാധിക്കൂലേ എന്ന്. അപ്പോൾ അമേരിക്ക ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അല്ലേ. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് അത് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു കമ്പറേറ്റീവ്ലി നമ്മൾ ഈ പറഞ്ഞ പോർച്ചുഗലിലെയും സ്പെയിനിലെയും ആളുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ അതിൽ എന്ത് ചെയ്യാണ്, അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ കുറേ ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോളനിവൽക്കരണത്തിന് അസുഖങ്ങൾ ഉപയോഗിച്ചതും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത് കഴിഞ്ഞു പോയ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം, കൊറോണ എന്ന് പറയുന്നത് ചൈനയിൽ ആരംഭിച്ചിട്ടുള്ള കൊറോണ നമ്മൾ എന്താ പറയുക മലയാളികളിലേക്കും എത്തണമെങ്കിൽ ലോകത്തെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അതിർവരമ്പുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ്. ലോകത്തുടനീളം അത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ അധികം പോസിറ്റീവുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഗ്ലോബലൈസേഷൻ. കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല ഇടത്തും പോയി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, പല എഡ്യൂക്കേഷനും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കുറേയധികം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും ഈ ഗ്ലോബലൈസേഷൻ നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ട്. തദ്ദേശീയമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ പറയുക, ഗ്ലോബലൈസേഷൻ ത്രൂ കുറേ അധികം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, കുറേ അധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും എന്താ പറയുക എല്ലാ തരത്തിലും അതിൻ്റെ മൂർധനാവസ്ഥയിൽ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ്, എങ്ങനെയാണ് ഒരു ഗ്ലോബൽ വേൾഡ് ഉണ്ടായത് അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് ഉണ്ടായത് എന്നുള്ള കഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. താങ്ക് യു ഓൾ, ബൈ.